കയ്യേലെന്തോ ഓ അതെന്നതാണ് കയ്യേല് എന്തോ കടിച്ചല്ലോ. ചൊറിഞ്ഞോണ്ട് വരുന്നു. ഓ എൻ്റെ കയ്യേലെന്തോ പിടിച്ച് കടിച്ച്. ആ തടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ നമുക്ക് ആ സാധനം എടുത്തിട്ട് തൂക്കാം. പാ ആ ചൊറിയണമുണ്ട്, വേദനയുണ്ട്. ആണോ? ആ ഈ ഇല അരച്ചിട്ടേ നമുക്കത് തൂക്കാം. ചതയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നീരേ ഇച്ചിരി തടിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കഴിയുമ്പോൾ അത് വറ്റിക്കോളും. ഇല്ലെങ്കിലുണ്ടല്ലോ ഒന്ന് കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക കേട്ടോ. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലേ ചെയ്തേ, ജസ്റ്റ് ഒരു എമർജൻസി എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കണം. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ, കുറഞ്ഞില്ലെങ്കിൽ. ശരി, കണ്ടില്ലേ, ഇതുപോലെ ഏതെങ്കിലും ചെറിയ പ്രാണികളോ അതുപോലെയുള്ള വിഷമുള്ള പഴുതാര അങ്ങനെയുള്ള ചെറിയ പ്രാണികൾ കുത്തിക്കഴിഞ്ഞാൽ, പഴുതാരയാണ് നമ്മൾ മെയിനായിട്ടും ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഓമനാമ ഇപ്പോൾ കുത്തിയത് എന്തോ പ്രാണി, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ചെടിയാണ്. നമ്മൾ പഴുതാര ചെടി, പഴുതാര കൊല്ലി, സെൻറ്റിപേഡ് പ്ലാന്റ്, റിബൺ ബുഷ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയാണ്. നമുക്കിത് വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ്. കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹോമലോക്ലാഡിയം പ്ലാറ്റിക്ലാഡം എന്നാണ്. അപ്പോൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത്, ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിൻ്റെ ഇലയിൽ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല രസമാണ് അതിൽ നിൽക്കുന്ന കാണാൻ. പക്ഷേ അധികം നാൾ ഉണ്ടാവില്ല, പെട്ടെന്ന് ഇതിൻ്റെ പൂവ് പൊഴിഞ്ഞു പോകും. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ്, ഒരു വെള്ള കളറിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. അവിടെയൊക്കെ വീടുകളിൽ അലങ്കാര ചെടിയായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിനെ പഴുതാര ചെടി എന്ന് വിളിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കൊണ്ടും, അതേപോലെ തന്നെ നമുക്ക് പഴുതാര കുത്തിക്കഴിഞ്ഞാൽ അതിന് പ്രതിവിധിയായിട്ടൊരു ഫസ്റ്റ് എയ്ഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കറക്റ്റ് ഒരു പഴുതാരയുടെ ഷേപ്പിലാണ് ഇതിൻ്റെ ഇല വരുന്നത്. അതേപോലെ തന്നെ റിബൺ ബുഷ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു റിബൺ പോലെയാണ് നീളത്തിൽ വരുന്ന ഇലകളാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ പൂന്തോട്ടങ്ങളിലൊക്കെ നമ്മുടെ ഉദ്യാനങ്ങൾക്ക് ഭംഗി കൂട്ടാനായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് നമ്മളുടെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രാണിയോ അങ്ങനെ എന്തെങ്കിലും, കാരണം കളിക്കാനൊക്കെ പുറത്തിറങ്ങുമ്പോഴാണ് ചെടിയിലുള്ള പ്രാണികളോ ജസ്റ്റ് പഴുതാര കുത്തുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ചെടി കൂടിയാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത്. ഇത് ചില വീടുകളിലൊക്കെ ഇത് അലങ്കാര ചെടിയായിട്ടൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പലർക്കും അറിവുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത്, സ്ഥലം ഉണ്ടാവണം നിർബന്ധമില്ല. നമുക്ക് ചെറിയ ഗ്രോ ബാഗുകളിലോ അതേപോലെ തന്നെ ചെടിച്ചട്ടികളിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് വളർത്താനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്ത് കിളിപ്പിച്ചാൽ മതി, പെട്ടെന്ന് കിളുത്ത് വരും. വലിയതായിട്ട് പരിചരണം ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് വെയിൽ അത്യാവശ്യം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പിടിച്ചു വരുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ പൂച്ചെടികളുടെയൊക്കെ ഒപ്പം ഇതുപോലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അലങ്കാരവുമാവും അതോടൊപ്പം തന്നെ ഉപകാരവുമാവും. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓമനാമേ, എന്തോ കുറവുണ്ടോ കയ്യിൽ? ഇത് കുറവുണ്ട് മാനെ. ആണോ? എന്നാലും തടിപ്പ് ഒരു ശാലോടെ മാറാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ നോക്കിയിട്ട് വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഇത് തൂത്തൊന്നും പറഞ്ഞ് വെച്ചോണ്ടിരിക്കരുത്. എന്തായാലും കുറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ. കൊണ്ടുപോകാം, ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. വലിയ കുഴപ്പം വരികയല്ലെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട്. ഞാൻ പൊക്കോട്ടെ. ശരി എന്നാ.